ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്സം. സോ നമ്മൾ ഇന്ന് പുതിയൊരു കുക്കിംഗ് വ്ളോഗാട്ടോ. അത് ഞാനാണ് ചെയ്യുന്നത്, ചെഫ് ത്രയംബക വിനീഷ്. ഓക്കെ, ഇന്ന് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ഡ്രസ്സായിട്ടാണ് ഞാനത് യൂട്യൂബിൽ കണ്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട് ഒരു 5 സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഇന്ന് മോർണിംഗ് തന്നെ പപ്പയ്ക്ക് മെസ്സേജ് അയച്ചു, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞ ചേച്ചിയോട് നാളെ ഉണ്ടാക്കിയാൽ പോരെ, സാധനം കിട്ടിയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, നീ ഇന്ന് തന്നെ ഉണ്ടാക്കണം പറഞ്ഞു. ചേച്ചിക്ക് തന്നെ ഡ്രസ്സായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രെഡ് പുഡിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഒരു വിത്ത് 5 ഐറ്റംസ്, 5 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡ് പുഡിംഗ് കേട്ടോ. അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ചേച്ചി ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. ചേച്ചിയാണ് വീഡിയോ എടുത്തു തരുന്നത്, ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ സാധനമൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, പാക്കറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, ബ്രാൻഡ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഉള്ളത് പാൽ കേട്ടോ. പാൽ ഇതിൽ കുറച്ചുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് എടുക്കാം. ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സാധനം കൂടി മറന്നു, കസ്റ്റാർഡ് വാനില പൗഡർ. ആ സാധനം കൂടി ഉണ്ട്. ആ സാധനം ഞാൻ വാങ്ങാൻ പറയാൻ മറന്നു. ആ സാധനം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. സോ ഇപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് കൊക്കോ പൗഡറും കൂടി ഉണ്ട്. എന്തായാലും പുഡിങ്ങിനുള്ളതാണ്. അപ്പോൾ നമുക്ക് കൊക്കോ പൗഡറും കൂടി കുറച്ച് ആഡ് ചെയ്യാം അതിൽ. നമുക്ക് ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് അളവൊന്നും അറിയില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് പാൽ ഒഴിക്കുന്നത്. ഇപ്പം എത്ര പാലായി എന്നൊന്നും എനിക്കറിയില്ല. ഇതിലുണ്ടായിരുന്നതാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇനി കുറച്ചും കൂടി ഒഴിക്കാണ്ട് കേട്ടോ. ഇത് ഞാൻ വിചാരിക്കുന്നത് ഒരു 2 കപ്പാണ് തോന്നുന്നു. മതി പാല് കൂടിയ കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് ഇത്ര പാല് മതി. നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ഇടാം കേട്ടോ. മിൽക്ക് മെയ്ഡ് പിന്നെ കുഴപ്പമില്ല, നമുക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുറച്ച് ഇടാം. എത്ര ടീസ്പൂൺ? ഒരു 3 ടീസ്പൂൺ ഇടാം. അത് ഫുള്ളും ഇട്. ഫുള്ളും വേണ്ട, പകുതി മുക്കാലും ഇടുന്നാലും മധുരം ഉണ്ടാവും. അത് വേറെ ഇതിലിടണം, ക്രീം ഇടുമ്പോൾ ഇടണം. ഓക്കെ, 2 വലിയ സ്പൂൺ ആയതുകൊണ്ട് ഇത് മതി തോന്നുന്നു. പോരെ, ഒരു സ്പൂൺ കൂടി ഇട്ടാം. ഒരു സ്പൂൺ കൂടി ഇടാം അല്ലേ. ഇപ്പം നമ്മൾ മിൽക്ക് മെയ്ഡും പാലും കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് കൊക്കോ പൗഡറും കൂടി ഇടാം. അല്ല, ഇത് മേലല്ലേ ഇടേണ്ടത്? അല്ലല്ല, മേലെ ഇടണ്ടേ. ഇതിങ്ങനെയല്ലേ ഇടണ്ടേ? അയ്യേ, അപ്പോൾ അങ്ങനെയല്ല. അപ്പം ഷുഗർ ആട്ടോ ഇടേണ്ടത്. ഷുഗർ കുറച്ചിടണം. ഇത് എത്ര ടീസ്പൂൺ ഇടും? ഇവിടെ മധുരം അധികം ആർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട്. മിൽക്ക് മെയ്ഡ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, ഇനി എന്തിനും ഇത് വേണം. ഡോണ്ട് ക്വസ്റ്റ്യൻ ഐ നോ ഹൗ ടു ഡു. ആൾക്കാരെ ഷുഗർ അടിച്ച് കേറ്റിപ്പിക്കുള്ളൂ. ഇവരെ തീറ്റിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് വിടുള്ളൂ. അടുത്തതിന് എന്താ ഇടുക? അത് ഗ്യാസ് ഓണാക്ക്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ചേർപ്പിക്കണ്ട, ചെഫ് ത്രയംബകയാണ് ഗൈസ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് കുറുകണം കേട്ടോ. അധികം ക്രീമി ആവാനും പാടില്ല, ഒരുപാട് ഒന്നും എനിക്കറിയില്ല പറയാൻ. ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ കുറുകണം കേട്ടോ ഗ്യാസിലിരുന്നിട്ട്. കട്ട് ചെയ്തിട്ടോ. സോ ഗൈസ്, നമുക്കിനി അടുത്തത് ഫ്രഷ് ക്രീം കേട്ടോ. ഫ്രഷ് ക്രീം ഞാൻ ഒന്നേ ഇടുന്നുള്ളൂ, ബാക്കി ഇട്ട ഫുൾ ഫ്രഷ് ക്രീമിൻ്റെ ഇത് വരും. പറഞ്ഞപ്പോ പറഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. തൈര് ഗൈസ്, വേറെ ഒന്നുമല്ല, തൈരൊന്നല്ല അത്.
നമുക്ക് ഇനി സ്പൂൺ വേണ്ടേ? സ്പൂൺ വേണ്ട, ഇത് അങ്ങനെ ഒഴിക്കേണ്ടതാ. സ്പൂൺ എടുക്കാം. ഇതെല്ലാം പച്ചമലർത്തി ഞാനും പറഞ്ഞേ. സ്പൂൺ എടുക്കാം. സ്പൂൺ കിട്ടിയില്ല. ഉള്ളിടന്നല്ലേ അല്ലേ? ഇത് എന്നിട്ട് എന്ത് ചെയ്യാനാണ്? വെറുതെ കളയാൻ വേണ്ടിട്ട്. അല്ല, ചേച്ചിയാണ് ഗൈസ് എന്നോട് വേണം വേണം പറഞ്ഞു, എന്നിട്ട് എന്നെ കുറ്റം പറയണു. നമ്മൾ ഉണ്ടാക്കണ കോലം കണ്ടത് കളയണ രൂപം പോലെ തന്നെ ഉണ്ട്. പിന്നെ അടുത്തത് കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം. മിൽക്ക് മെയ്ഡിന്റെ സ്പൂൺ അവിടെ. ആ സ്പൂണിന് എടുത്തിടേ. അത് ആ കൈ കൊണ്ടൊന്ന് ഇതാക്കിയിട്. ആ നീ ആ സ്പൂണിന് എടുത്തിടും. മിൽക്ക് മെയ്ഡ് വേണ്ടി നമുക്കൊരു പ്രശ്നമില്ല. അതാ അതിലേക്ക് കുറച്ച് അതല്ല, പിന്നെന്താ, ഫ്രഷ് ക്രീം ഇത്തിരി വെള്ളം പോലെ അല്ലേ ഉണ്ടാവുക? ഇതൊന്നും തൈര് അങ്ങനെയൊന്നുമില്ല. ഫ്രഷ് ക്രീം എല്ലാത്തിലും ഇങ്ങനെ ചില വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വീഡിയോയിൽ കണ്ട പോലെ അല്ലല്ലോ. ഓക്കെ, ഇത്ര മതിയോ? മതി മതി മതി. എന്നിട്ടാണ് ഇനി മിക്സ് ചെയ്യണോ? ആ സാധനം വെച്ചിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി എൻ്റെ കൈ സഹായം ആവശ്യമുള്ളതാണ്. അല്ല, കൊണ്ടുവന്ന് ആ ഹെൽപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ പരുവത്തിലായി. കറക്റ്റ് വിപ്പിംഗ് ക്രീം പോലെ ആയിട്ടില്ല, എന്നാൽ ജസ്റ്റ് ഒരു ക്രീം. ജസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നക്കി നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കേ, നമുക്ക് ബ്രെഡും കൂടി ഉണ്ട്. ബ്രെഡ് നമുക്ക് ഒരു നോക്കാം, ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. 5 മതി. ആദ്യം ബ്രെഡ് കളയാൻ പറ്റില്ലല്ലോ വെറുതെ, അതുകൊണ്ട് നമുക്ക് 5 മതി. ഒരു സ്ലൈസിൽ അത് നമുക്ക് ഒരെണ്ണം എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എഡ്ജസ് ഒന്ന് കളയണം. അതെല്ലാം കൂടി ചെയ്യില്ല. ഇല്ല 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 ഇല്ല, എന്നാലല്ലേ അതിനൊരു ഭംഗിയുണ്ടോ? ഭംഗിയൊന്നും വേണ്ട അതിന്. ആ ഭംഗി വേണം. അത്രയും എഡ്ജസ് കളയണം. ഇത് മുമ്പ് ഒരിക്കലും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം. അത് അമ്മ, ഇത് ഞാൻ. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസമില്ല, ഞാൻ നമ്മുടെ കുട്ടി. ഓക്കെ, ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, കാണിക്കണ്ട പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഈ സൈഡിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. എത്ര ചെറുതാക്കി? അത്രയും ചെറുതായില്ല, കുറ്റം പറയാൻ വേണ്ടി വരികയാണ് ഇവിടെ. അങ്ങനെ വാഷ് ബേസിൽ വീഴാൻ കേട്ടത്. അത് പ്ലേറ്റിലെടുത്തേക്ക്. കഷ്ടം, നിന്നൊക്കെ ഒരു കുക്കറി ഷോറ് വിട്ടേന്ന് എന്തിനായി? ഇവർക്ക് ഉണ്ടാക്കി പൊട്ടും. പൊട്ടും ഇല്ലെന്ന് വേണ്ട, എനിക്ക് വിശ്വാസില്ല. വേണ്ട, ഇല്ല. ഗ്യാസിന്റെ മേലെ കൊണ്ട് വെച്ചത്, അതുകൊണ്ട് പറഞ്ഞത്. അതെ, ഇവർക്കൊക്കെ പുച്ഛം ഗൈസ്, എല്ലാവർക്കും പുച്ഛം. പുച്ഛം. ഞാൻ ഉണ്ടാക്കുന്നൊന്നും ഇവര് പറയുന്ന എല്ലാം ഫ്ലോപ്പ് ആവുന്ന പറയുന്നത്. ആരെന്നെ എൻകറേജ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു അവസ്ഥ. ഓക്കെ, ഞാൻ 5 എടുത്തത്. 5 ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ കണക്കിന് പോയി ഇത് എത്ര മതിയെന്ന് തോന്നുന്നില്ല, എല്ലാരും തിന്നെടുക്കും. ഇല്ല, ഇങ്ങനെ മാത്രല്ല, സമാധാനം പറഞ്ഞ സാധനം എനിക്ക് തരുന്നില്ല, ഞാൻ പറയാൻ വിടുന്നില്ല. കുറച്ചുകൂടെ കട്ട് ചെയ്യേ. എന്ത് ബ്രെഡ് കളിയാക്കാൻ വന്നതാണ്? അല്ലല്ല, കാര്യമായിട്ട്. ഓ അങ്ങനെ. കുറച്ചും കൂടി ബ്രെഡ് എടുക്കാം.
ഇനി 5 കൂടി എടുക്കാം. 10 ആയി. ബ്രെഡ് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഫ്ലോപ്പ് ആയാലും ചേച്ചി തിന്നും. വിജയം ആയാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫ്ലോപ്പ് ആയാ ഫുൾ ചേച്ചി തിന്നും. അതങ്ങനെ ഫുൾ ചെയ്യാൻ. ഫ്ലോപ്പ് ആയ ചേച്ചി ഫുള്ളും കഴിക്കും. ഫ്ലോപ്പ് ആയില്ലെങ്കിൽ ചേച്ചിക്ക് കുറച്ച് കൊടുക്കും. ബാക്കി ഞാനും അമ്മയും അപ്പയും കഴിക്കും. അതാണ് ഇപ്പൊ ഇവിടെ നോക്കാം. ബാക്കി കളയാനുള്ളതല്ലേ? ആണ്. കളയണം. ബാക്കി പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് ഇട്ടാലോ? ബ്രെഡ് ക്രംസ് ചേച്ചി തന്നെ മിക്സിയിലിട്ടാലും. ഞാൻ അരച്ചോളാം. ഇതെന്റെ കുക്കിംഗ് ആണ്. ആയിക്കോട്ടെ, അത് മേലെ കിട്ടാൻ നന്നായി അത് വീഴണ്ട അതില്. ഇവരെ മാറ്റി വെക്കാം എന്നാണ് കളി. കളയണ്ട. പിന്നെ വെറുതെ ഇത്രയും നല്ല ബ്രെഡിന് എന്തിനാ കളയണ? ഇവിടെ ഒന്നും കുക്കിംഗ് നടക്കില്ല. ചേച്ചി കുക്കിംഗ് ചെയ്ത പാൻ കേക്ക് വീഡിയോ കണ്ടില്ലേ? അതിൽ ഞാൻ പാവം പോലെ മിണ്ടാണ്ട് നിന്നു. ഇവിടെ ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോ ഇവിടെ കലവില എന്റെ കോൺഫിഡൻസ് കളയാണ്. അല്ലാണ്ട് ഒന്നുമല്ല ഇവിടെ നടക്കണത്. അതങ്ങോട്ട് താ. ഓക്കെ, നമുക്കിനി ഇത് ഒരു പരിപാടി വേണമെങ്കിൽ വീഡിയോ കട്ടി. ഇത് നമുക്കിനി ഇത് 2 പീസാക്കണം കേട്ടോ. നമുക്കിനി അവസാനം അത് വാഷ് ബേസിൽ വീഴും കേട്ടോ. ഒന്നത്തിരി മുമ്പിലേക്ക് വെക്കത്. ഇവിടെ വേറൊരു കുക്കിംഗ് നടക്കുന്നുണ്ട്. ഗീ റൈസ് വെക്കുന്നുണ്ട്. ഗീ റൈസ് നല്ല സാധാരണ ചോറ്. ചോറ് വെക്കുന്നുണ്ട്. അതിന്റെ പുറമെയാണ് ഈ കുക്കിംഗ് കൂടി. ഞാൻ പറഞ്ഞതാ ഞാൻ നാളെ ഉണ്ടാക്കി തരാന്ന്. പക്ഷെ എന്റെ കൈപ്പുണ്യം കണ്ടിട്ട് എല്ലാവർക്കും എന്റെ കുക്കിംഗ് കൂടെ നല്ല ഇഷ്ടം. ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും? ആ ഫോണോടെ മാറ്റിക്ക്. എന്തിന്? എനിക്കിത് അവിടെ വാർക്കണം. അങ്ങനത്തെ ചോറ് ഉണ്ടാക്കണേ? അല്ലാണ്ട് പിന്നെ എന്ത്? ഓക്കെ ഗൈസ്, നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ബൗളിലേക്ക് പാൽ ഒഴിച്ച് പുഡിങ് പോലെ 3 hours ഇനി നമുക്ക് അത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. വെയിറ്റ്. ബ്രെഡ് ക്രംസ് കളയാൻ ബ്രെഡ് ക്രംസ് നമ്മൾ കളഞ്ഞില്ല. ബിക്കോസ് കളയാൻ തോന്നുന്നില്ല. പൈസ കൊടുത്ത് മേടിക്കണ സാധനമല്ലേ ഗായ്സ്. സോ നമ്മൾ കളഞ്ഞില്ല. നമ്മൾ അതിന് കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് ബ്രെഡ് ക്രംസ് ഈ സൈഡ് വെക്കുന്നില്ല. നല്ലൊരു ടേസ്റ്റ് പോകും അതിന്റെ. സോ ഞാൻ കരുതി ഇങ്ങനെയൊക്കെ വെക്കാം. ഇനി വേണ്ട, നമുക്ക് ഇത് വെക്കാം. മതി. ഇനി പാല് ഒഴിക്കുന്നു. അപ്പൊ ഇത് വേണ്ടേ? നമുക്ക് ഇങ്ങനെ വെക്കാം. ശരിയാവും തോന്നുന്നു. ശരിയായില്ലെങ്കിൽ ഞാൻ കഴിക്കും. എൻ്റെ ഒരു ഫസ്റ്റ് കുക്കിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിലും പറയാം. എടി ആദ്യം പാൽ ഒഴിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ച് അതിന് മേലെ ഇത് ഇട്ടിട്ടാണ് ഇങ്ങനെ വെച്ച് പാലിൻ്റെ ഇവിടെ എത്താം. ഓക്കെ, നമുക്കിനി ഈ പാൽ ഇതിലേക്ക് ഒഴിക്കാലോ? ഒഴിക്കാം. പറ്റില്ലല്ലോ. എന്തൊക്കെയാ കാണിക്കണം? ഓർമ്മ അല്ലല്ലോ. അയ്യോ, കൊട്ട്. നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. എന്നാലേ പാലൊക്കെ ഒന്ന് ഇതിൽ പിടിക്കുള്ളൂ. ഒന്ന് ലെവലാക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ സാധനം വയ്ക്കാം. ആ ക്രീം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പേടി ഉണ്ടോന്ന് ചോദിച്ചാൽ പേടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. മധുരമായതുകൊണ്ട് പിന്നെ വിഷയമില്ലല്ലോ. എരിവും പുളിയൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല പേടി. ഇനി വേണം ഫ്രഷ് ക്രീം? ഇനി വേണ്ട. പിന്നെ ഫുൾ ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതിന് ഇത് കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇതിപ്പോ ഇങ്ങനെ മെല്ലെ റഫായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മെല്ലെ കൈ കൊണ്ട് ഫുൾ എടുത്തോ. കൈ കൊണ്ടൊന്നും. ഓക്കെ, നമുക്കിതൊന്ന് ലെവലാക്കി കൊടുക്കാം.
കുറച്ചിട്ടാ തോന്നി. ഒന്നും കൂടി പറയും. ഹലോ, എനിക്ക് ഒന്നുകൂടി കഴിക്കാൻ തോന്നുന്നത്. ഒന്നുകൂടി എന്നാലും ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. പറഞ്ഞ ഇത്ര നേരം കുറ്റം പറഞ്ഞ ആള് ഇപ്പൊ കഴിക്കാൻ തോന്നുന്നു എന്നാ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ഫെയർ ഗൈസ്. അങ്ങനെ നമുക്കിനി ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ നന്നായി, ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് ഫ്രീസറിലല്ലേ വെക്കേണ്ടത്? അല്ല, വെളിയില്. മതി മതി, വെറുതെ അതോ പോയി. നമുക്കിനി കൊക്കോ പൗഡർ കുറച്ച് വെതരാട്ടോ. ശേഷം കൊക്കോ പൗഡർ ഡേറ്റ് കഴിഞ്ഞതാണ്. ഇല്ല ഇല്ല ഇല്ല, ഉണ്ട്. അല്ല, നല്ലതാ ഗൈസ്. ഇത് എക്സ്പയറി ആയതാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അല്ലെന്നത് അങ്ങനത്തെ കളറാണ്. എന്താ കാണിക്കാൻ? ഞാൻ വിതര കൊടുത്തു. വേണ്ട 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 വേണ്ട. നമുക്ക് ആ സ്പൂൺ അവിടെ. എന്തിനാ സ്പൂണ്? അത് ആക്കണ്ടെന്ന്. ഇതിങ്ങനെ വിതരണ്ടതാ. മതി. മതി, ഫുള്ളും ചെയ്യാന്ന്. ഇനി ആ സൈഡ് അതാ അവിടെ, ആ ഗ്യാപ്പ് ഉള്ളവിടെയൊക്കെ ഫുള്ളും. ഓക്കെ മതി. ആ ഇനി മതി. സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി, ഉള്ളിലതാവാണ്ട്. എങ്ങനെയുണ്ട്? അതിന് ഇനി ബാക്കിയുണ്ടോ കൊക്കോ പൗഡർ? കുറച്ച്. ഓക്കെ. ഇപ്പൊ എന്തോ സിമെന്റ് രാവിലെ എന്റെ കേക്കിനെ റോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു പുഡിംഗ് കേക്ക് അപാരത. ഡ്രീം കേക്ക് ഇല്ല അതുപോലെ ഉണ്ടല്ലേ? കുറച്ച് ഇവിടെ നിന്ന് വെതറ്. മതി മതി മതി. ഓക്കെ, കഴിഞ്ഞു. യെസ്, നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. നോ, ഇറ്റ്സ് ഓൾറെഡി ഡൺ. അത് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ. നമുക്കിതൊന്ന് വെറുതെ അതെ, ഗ്യാസ് സ്റ്റൗവിന്റെ മേലെ. നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എടി ഇത് കുപ്പി ഗ്ലാസ് ആണ്. തകർതാളം തല്ല താകർതാളം താകർതാളം. മതി. ഫ്രീസറിലാണോ അതോ? ഫ്രീസറിൽ വേണ്ട, ഫ്രീസറിൽ വേണ്ട. കട്ടി 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 ഫ്രിഡ്ജ് കാണിക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള പാത്രമൊക്കെ അവള് കഴുകാൻ പോകും. ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി 3 hours കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനി പുറത്തേക്ക് എടുക്കണം. എന്നാലും അറിയുള്ളൂ ഇത് നന്നായിരിക്കും. ഓക്കെ, 3 hours കഴിഞ്ഞോട്ടെ. നീ ആദ്യം ഒന്ന് പാത്രം കഴിക്കോ. ഇങ്ങോട്ട് വാ, നടക്ക്. ഉള്ള പാത്രമൊക്കെ എന്നോട് കഴിപ്പിച്ചിട്ട് കഴുകത്. അത് ആ പുഡിംഗ് പൗഡർ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക്. നീ വെച്ചോ, നീ വെച്ചില്ല. ഇല്ലട്ടോ ഇല്ലാട്ടോ, ഞാൻ ചെയ്യില്ല. ക്രീം എടുക്കണം. ആ കട്ടി ഇല്ല, കട്ടിയില്ല. ഇതൊക്കെ ആൾക്കാർ കാണണം. അതെ, ഈ ബ്രെഡ് ക്രംസ് എടുത്ത് എന്താ ചെയ്യണ്ടേ? ഇനി എടുത്ത് കളഞ്ഞോ? ഇനി ഈ ബ്രെഡ് എടുത്തിട്ട് നേരെ കെട്ടിവെക്ക്. ഈ ജന്മത്തിൽ ഞാൻ ഇവർക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കില്ല. നേരാണ് കെട്ടിക്ക, നേരാണോ? ഉണ്ടാക്കുമ്പോ അതൊന്നും കാണിച്ചില്ല. അത് ഞാനുണ്ടാക്കുന്നത്. ഇത് കണ്ടറിയാം ഷെഫ് ത്രയംബക വിനീഷിന്റെ കൈപ്പുണ്ട്. ഈ മധുരം കുറച്ച് ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കാൻ പണി. എടുത്ത് വെക്കല് പണിയൊന്നുമില്ല. കഴുകി കഴുകി. മാജിക് ചെയ്യുമ്പോ സോപ്പ് ഇട്ട് കഴുക്. അങ്ങനെ തന്നെ നന്നായിട്ട്. ആ അതന്നെ. അങ്ങനെയല്ല അങ്ങനെയല്ല, അതിനുള്ളിൽ ഒഴിക്കും. അയ്യാ, സ്റ്റൈല്. സേവ് വാട്ടർ. അതെ, എന്നിട്ടാണ് വെള്ളം പോയിക്കൊണ്ടേയിരിക്കണല്ലോ. മണിക്കൂർ ശേഷം കാണാം. ഓക്കെ അല്ലേ? പറ.
ഓക്കെ. ഗൈസ് ഇതാണിപ്പോൾ ഒരു 2.5 hours ആയിട്ടോ. ഓൾമോസ്റ്റ് 2.5 hours ആയി. ഡ്രീം കേക്കൊന്നുമില്ല, വീഡിയോ പിടിക്കാനെടുക്കാം. സോ ഗൈസ് ഇതാണ് സാധനം. ഇങ്ങനെ ഉണ്ടാവും ദൈവത്തിന് അറിയാം. ഡ്രീം കേക്ക് പറഞ്ഞ കൊഞ്ചം അടിയെന്നെടുക്കും. അടിയെന്നല്ല, നന്നായിട്ടുണ്ടോ? നീ ചേച്ചി ടേസ്റ്റ് ചെയ്തു, പാപ്പ ടേസ്റ്റ് ചെയ്യാം. കഴിച്ചു കുഴപ്പമില്ല, കഴിവില്ല. ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് പറയാ, സത്യസന്ധ അഭിപ്രായം. ശരിക്കും നല്ല ടേസ്റ്റാ. ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതൊരു ചെറിയ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞു മധുരം ഇത്തിരി കൂടിയെന്ന്, അല്ലാണ്ട് ബാക്കി പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. നാളെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടു. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്യാം, നന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.